എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഡെയിലി റൂട്ടീൻസും പിന്നെ നമുക്കിന്ന് പുറത്ത് പോകേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട്. അതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിങ്ങും കൂടെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഇത് ഗ്രീൻ പീസാണ്. നമുക്ക് ഈ സീസണിൽ ഒരുപാട് കിട്ടുന്നൊരു സാധനമാണ്. ഈ സീസണിലാണ് ഇതിന് ചെറുതായിട്ടൊന്ന് റേറ്റ് കുറയുക, അല്ലെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊക്കെ ഈ സീസണിലാണ് എല്ലാവരും ചെയ്യുന്നത് കേട്ടോ. ഇവിടെ തമിഴ് നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണിത്. നമ്മൾ ഉണക്ക ഗ്രീൻ പീസിനേക്കാളും പട്ടാണിനേക്കാളും ഇതാണ് കൂടുതലും യൂസ് ചെയ്യുക. പുലാവിലായാലും കറികളിലായാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഇപ്പോൾ എടുത്ത് വയ്ക്കാം. അത് ഞാൻ വഴിയെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ, എങ്ങനെയാണിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി നമ്മുടെ ഉണക്കമീനാണ് കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പുറത്ത് പോയത്. അപ്പോൾ ഇത് ഉണക്കമീനാണ്. നമ്മൾ ഇവിടെ ചെന്നൈയിൽ നിന്നൊന്നും ഉണക്കമീനോ അങ്ങനെ ഒന്നും വാങ്ങിക്കാറില്ല. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരികയാണ് ചെയ്യണത്. അപ്പം ഇത് നാട്ടിൽ നിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ ഉണക്കമീൻ ഭയങ്കര പേടിയാണ്. കാരണം ആളുകൾ പല രീതിയിലും മോശമായിട്ടുള്ള മീനുകളൊക്കെ കഴിച്ചിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായ അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വാങ്ങിക്കാനൊരു പേടിയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചി ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ മീൻ പിടിച്ച് ഉണക്കി വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പരിചയമുള്ള 1-2 പേരുണ്ട്. അപ്പം അവരോട് വാങ്ങിച്ച് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അതല്ലാതെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ ഒരു മനസ്സുമില്ല. അമ്മ അത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അധികം അങ്ങനെ എടുക്കാറില്ല. അപ്പം ഉപ്പില്ലാത്ത മീനുകളാണ് കുറച്ചും കൂടെ ഞങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഈ ഒരുപാട് ഉപ്പിട്ട് ഉണക്കുന്ന മീനുകൾ അത്രയൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കാറില്ല. ഭയങ്കര ഉപ്പായിരിക്കുമല്ലോ അതിന്. ഇതൊന്നും ഉപ്പില്ലാതെ ഉണക്കുന്നതാണ്. കാരണം ഒരുപാട് മാംസമില്ല. ഇത് സൂചിക്കൊഴുവ എന്ന് പറഞ്ഞ മീനാണ്. ഞങ്ങളവിടെ സൂചിക്കൊഴുവ എന്ന് പറയണേ. അപ്പോൾ അതിൽ ഒരുപാട് മാംസം ഇല്ലാത്തതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. അത് നന്നായിട്ട് ഉണങ്ങി മിക്സ്ചർ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറിയൊരു മാന്തളിരെന്ന് പറയും, നങ്കില്ല എൻ്റെ ചെറുത്, അതും കൂടി എനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ. അതും ഉപ്പില്ലാണ്ടാണ് അവർ ഉണക്കുക. നല്ല ടേസ്റ്റാണ് അത് വറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ കാണിക്കാം. ഇത് അമ്മയുടെ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അമ്മ ഇങ്ങനെയാണോ ഉണക്കമീൻ വറുക്കുക. ഏത് മീനായാലും അമ്മ ഇങ്ങനെയാണ് വറുക്കുക. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഞാനങ്ങനെ അധികം ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ എല്ലാവരും വറുക്കുന്ന രീതിയിലാണ് മിക്കവരും അത് വറുത്തെടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ വറുക്കുമ്പോൾ ആ മീനിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അതുകൂടാതെ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാഴ്ചയൊക്കെ മാറി നിൽക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ വരികയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അത്. ഉണക്കച്ചെമ്മീനും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. വേറെ ഏത് മീനാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് കരടോ അഴുക്കോ കാര്യങ്ങളോ ഒക്കെ കുറവാണ്. കാരണം ഇവർ ഈ മീൻ വളർത്തുന്ന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഇവർ ഒന്നിച്ച് കിട്ടുമ്പം കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് നന്നായിട്ട് അവരെ ഉണക്കുന്നതിന് മുന്നേ 1-2 വട്ടമൊക്കെ കഴുകി കരടും അഴുക്കൊക്കെ കളഞ്ഞിട്ടാണ് ഉണക്കുന്നത് തന്നെ. അപ്പം പിന്നെ ഉണക്കി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പം ഒരുപാട് പൊടികളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു 3-4 വട്ടം ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളം തെളിഞ്ഞ് വരുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വയ്ക്കരുത് കേട്ടോ. ഇത് കുതിർന്ന് പോവും. പിന്നെ നമുക്ക് ശരിക്കും വറുത്താൽ പൊടിഞ്ഞു പോവും. വെള്ളത്തിലിട്ട് വയ്ക്കണ്ട. നന്നായിട്ട് വാഷ് ചെയ്ത് അപ്പം തന്നെ വാരി എടുക്കുക ഇതുപോലെ. എന്നിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കണം. അപ്പോൾ ഇത് ഒരുപാട് നേരം ഇങ്ങനെ നനച്ച് വെച്ചിരിക്കുന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുതിർന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം എടുക്കണം. അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുക കേട്ടോ. ഇത് ഇന്ദുപ്പായതുകൊണ്ടാണ്, ഈ പിങ്ക് ഹിമാലയൻ സോൾട്ട് ആയതുകൊണ്ടാണ് പിങ്ക് കളറിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കുക. 2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും വയ്ക്കരുത്. അപ്പോൾ വലിയ മീനുകളാണെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വയ്ക്കാം. ഇത് ഒട്ടും വയ്ക്കണ്ട. വേഗം ചട്ടി ചൂടാക്കുക, എണ്ണ ഒഴിക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ.
വെളിച്ചെണ്ണയും റൈസ് ബ്രാൻ ഓയിലുമാണ് ഞാൻ മാറി മാറി ഉപയോഗിക്കുക. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ കടല എണ്ണയില്ലേ, അതായത് കപ്പലണ്ടി എന്നുള്ള എണ്ണ, ആ ഈ എണ്ണയും കൂടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിനൊന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ തോരനും മെഴുക്കുവരട്ടിക്കും മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. അതിനാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് മീനൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണ വരെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടാണ് ഞാനിതെല്ലാം ചെയ്യണത്. അതിനിടയ്ക്ക് നമുക്ക് ചോറും കൂടെ തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പം ഞങ്ങൾക്കൊന്നും പുറത്ത് പോകേണ്ട ആവശ്യവും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഇത്രയും കറിയിലങ്ങ് ഒപ്പിക്കുകയാണ്. അപ്പം സാമ്പാറും മീൻ വറുത്തതും ചോറും. അപ്പോൾ നമ്മുടെ പുതിയ കല്ല് കണ്ടോ, ഇടികല്ല്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മയക്കിയെടുത്ത കല്ലാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. എന്തെങ്കിലും ചതയ്ക്കാനുണ്ടെങ്കിൽ കറിക്കൊക്കെ ചതച്ചിടാനായിട്ട് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇതിൽ നല്ല നല്ല സുഖമായിട്ട് ചതയ്ക്കാം കേട്ടോ, ചാടിപ്പോകുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കല്ല്. ഞങ്ങൾ ഈ കല്ല് വാങ്ങിച്ചപ്പം അവിടെ പല ക്വാളിറ്റിയിൽ പല മെറ്റീരിയലിലെ കല്ലുണ്ടായിരുന്നു. കരിങ്കല്ലിൻ്റെ, മാർബിളിൻ്റെ, പിന്നെ ഗ്രാനൈറ്റിൻ്റെ. അപ്പോൾ പിന്നെ ഈ കല്ലുകൾ കൂടാതെ ഈ മരത്തിൻ്റെ, പിന്നെ മെറ്റലിൻ്റെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരോട് സംസാരിച്ച സമയത്ത് എനിക്ക് മാർബിളിൻ്റെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. വേറൊരു കടയിലാണ് ഞാൻ മാർബിൾ ആദ്യം കണ്ടത്. അപ്പോൾ അത് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ കടയിൽ വന്നപ്പം ഞാനത് ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്നത്. അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് ഇതാണ് കൂടിയ ക്വാളിറ്റി എന്നും മറ്റത് താഴെ വീണാൽ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്നും ഇത് പെട്ടെന്ന് പൊട്ടുകയില്ല, കുറച്ചും കൂടെ സ്ട്രോങ് ആണ് സാധനം എന്നൊക്കെ പുള്ളി പറഞ്ഞു തന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലുള്ള കല്ല്, ഈ ഗ്രാനൈറ്റിൻ്റെ. അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന സാധനമല്ല. ലൈഫ് ടൈമിൽ നമ്മൾ ഒന്നോ രണ്ടോ വട്ടമൊക്കെ നമ്മൾ ഈ സാധനം വാങ്ങിക്കുകയുള്ളൂ. അത്ര നാളത് ഈട് നിൽക്കും. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി വാങ്ങിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കുക, നമ്മളിത് എത്ര നാൾ ഉപയോഗിക്കും ഒരു സാധനം. ഇപ്പോൾ ഒരു കുക്കറാണ് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, കുക്കർ എത്ര നാൾ ഉപയോഗിക്കും എന്ന് നോക്കാം. അത്രയും നാൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനം. അപ്പോൾ അതിൽ ഒരു കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ ഏറ്റവും ഹൈ ക്വാളിറ്റി വാങ്ങിക്കുന്നത് തന്നെയാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിക്കുമ്പോൾ അങ്ങനെയും കൂടെ ഞാൻ കണക്ക് കൂട്ടിയിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ മീൻ വറുത്ത് എല്ലാം വാരിയല്ല, എല്ലാം എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് എടുത്ത് മാറ്റി ചട്ടിയിൽ നിന്ന്. എന്നിട്ട് ആ എണ്ണയിൽ തന്നെയാണ് ഈ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും നന്നായിട്ട് പൊടി പോലെ ചതയ്ക്കണം. എന്നിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്താണ് ഈ കരിവേപ്പില ചേർക്കുക കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ അറിയില്ല, അതും കൂടെ നമ്മൾ നന്നായിട്ട് കഴിക്കും. വലുതായിട്ട് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെടുത്ത് മാറ്റും ചിലർ. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നല്ല മൊരുമുരാന്നിരിക്കും. എന്നാലും നമ്മളത് കാണുമ്പോഴും ഒരു ഭംഗിയാണ് കേട്ടോ. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കറിവേപ്പില ഇടാം. ഞാൻ പിന്നെ ഇത്ര ഇട്ടിട്ട് പിന്നെ കുറച്ചുകൂടി ഇടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നു പോയിട്ടോ. അപ്പോൾ കരിവേപ്പിലയും കൂടി ഇതിലുള്ളതൊരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് അധികമായിട്ട് തന്നെ വേണമെങ്കിൽ കരിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരണം. ഈ ഒരു പരുവത്തിൽ മൂത്ത് വന്നു കഴിയുമ്പോൾ ചതച്ച മുളകാണ് കേട്ടോ ഇതിന് ചേർക്കുക. പൊടിയിനേക്കാളും രുചി ചതച്ച മുളകാണ്. ഇതുപോലെ ചതച്ച മുളക് ചേർത്താലും പെരണ്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, ഈ 2 പൊടികൾ മാത്രമാണ് ഇതിലിടുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഈ മീനൊക്കെ ചേർക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഇത് മൂത്തിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കഴിഞ്ഞു, നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊരു ഗുണം, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇതിൽ ചേർക്കുന്ന കാരണം വയറിന് നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഉണക്കച്ചെമ്മീൻ ചെയ്യുമ്പോൾ ആണ് ഏറ്റവും കൂടുതൽ. ചിലപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പലർക്കും ഉണ്ടാവും. ഇങ്ങനെ കൂടുതലായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരു പ്രത്യേക രുചിയുമാണ് കേട്ടോ. സ്കൂളിലൊക്കെ പണ്ട് ഇത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് കിട്ടാറില്ല, എല്ലാവരും എടുത്തുകൊണ്ടും പോകുമായിരുന്നു. അങ്ങനെ ഹൈറ്റായൊരു സാധനമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എനിക്കൊരു ചുരിദാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ നാൾ കൂടിയാണ് ഞാനൊരു ചുരിദാർ എടുക്കാനായിട്ട് കടയിൽ പോകുന്നത്. സത്യത്തിൽ ഞാൻ കടയിൽ പോയിട്ട് എടുക്കൽ ചുരുക്കമാണ്. ഇപ്പോൾ ഓൺലൈനാണ് മിക്കതും വാങ്ങിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങൾ ഇട്ട് നോക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഗോഡിയായിട്ടുള്ള, ഭയങ്കര ഇങ്ങനെ തിളങ്ങുന്ന സംഭവങ്ങളൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് കൂടുതലിഷ്ടം. ഇപ്പോൾ ഒരു ഫങ്ഷനാണെങ്കിൽ പോലും സിമ്പിളായിട്ടുള്ളത്, നല്ല ഫങ്ഷൻ ഇടാൻ പറ്റിയതേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. ഒരുപാട് ഇങ്ങനെ തോരണങ്ങളും ഉള്ളതൊന്നും ഞാൻ ഒരുപാട് അങ്ങ് സെലക്ട് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
അതുകൊണ്ടാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ളത് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് കോഡ് സെറ്റ്സ് അവിടെ ചുമ്മാ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇട്ട് നോക്കിയതാണ്. ഞാൻ 3 പീസ് സെറ്റാണ് എടുക്കാൻ ഉദ്ദേശിച്ച് വന്നത് കേട്ടോ. അപ്പോൾ എടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഏതാ എടുത്തതെന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാമോ? ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇത് വെളാച്ചേരിയിൽ നന്ദന പാലസിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ഷോപ്പാണ് കേട്ടോ. നല്ലൊരു ഷോപ്പാണ്. ഞാൻ ഇവിടുന്ന് ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലൊരു ഫങ്ഷൻ ഇടാൻ പറ്റിയ കുറച്ചും കൂടെ ഒരു ഇതായിട്ടുള്ളതായിരുന്നു ഇവിടുത്തെ. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ഫങ്ഷന് മാത്രമല്ല അല്ലാതെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സൽവാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഷോപ്പ് എനിക്കിഷ്ടമാണ്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. നല്ല ഈ പാർട്ടി വെയർ സാധനങ്ങളും സിമ്പിളായിട്ടുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. ഇവരുടെ കസ്റ്റമർ സർവീസ് നല്ലതാണ്. ഞങ്ങൾ വന്ന സമയം നല്ലായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ഉച്ച കഴിഞ്ഞിട്ട് ഊണ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങൽ കുറവാണല്ലോ. ഒരു 3 മണി കഴിയുമ്പോഴല്ലേ തിരക്ക് വരാം. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അത് കാരണം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓടി നടന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റിയെന്ന് പറയും. ഞാൻ ഇട്ട് കാണിക്കാനായിട്ട് പുറത്താണ് വന്നുകൊണ്ടിരുന്നത്. ഷൈചേട്ടനെ അവിടെ വിളിച്ചിരുത്താതെ ഇവിടെ ലോബിയിൽ ഇരിക്കുകയായിരുന്നു ആൾ. അവിടെ വന്നാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അത്രയും നമുക്ക് ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റി. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങാൻ നേരത്ത് തിരക്കായിട്ടോ. അത് കഴിഞ്ഞതാ നമ്മളൊരു മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സർവം മായയിലെ നല്ല മൂവിയാണ് കേട്ടോ. എനിക്ക് എല്ലാവരും സത്യനന്ദിക്കാടിൻ്റെ പടമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ മോൻ അഖിൽ സത്യൻ്റെ മൂവിയാണ്. അതും ഞാൻ പുള്ളിയുടെ പടം ആദ്യത്തെ പടം തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു സ്റ്റൈലൊക്കെ തന്നെയാണ് പുള്ളിയും പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എപ്പോഴും ഫീൽ ഗുഡ് മൂവീസാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇത് വെളാച്ചേരി ബ്രിഡ്ജിൽ കൂടെയാണ് കേട്ടോ. ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആ ഫ്ലൈ ഓവറിൽ നിറയെ ഇതേപോലെ പെയിൻറ്റിങ്സ് ആണ്. അപ്പോൾ റെയിൻബോ ബ്രിഡ്ജ് എന്നാണ് കേട്ടോ പാറു പറയണേ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ബിരിയാണി വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു. അതൊക്കെ കഴിച്ച് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.